കർത്താവെ, ഞങ്ങൾ ഒരിക്കൽ കൂടി അങ്ങനെ പാതകത്തിൽ കടന്നിട്ടുണ്ട്. കർത്താവെ, അങ്ങ് ആരാധിക്കുവാനും സ്തുതിക്കുവാനും സ്വന്തം ചെയ്യുവാനും ബന്ധപ്പെടുത്തുവാനും ഒരവസരം നൽകിയാൽ യേശുവിനെ നന്ദി പറയുകയാണ്. പ്രത്യേക കർത്താവെ, ഈ കൂട്ടായ്മയിൽ കർത്താവെ കടന്നു വരുവാൻ അവനായ ആ ദൈവം ചെയ്ത നന്മകളെ കുറിച്ച് നിങ്ങൾ കർത്താവെ ഓർക്കുന്നു. കർത്താവെ, പ്രത്യേക കർത്താവെ, നിങ്ങളുടെ മകൻ കർത്താവെ ഹല്ലേലൂയ സ്നാനത്തിനായി ഒരുങ്ങിയിരിക്കുന്നു. ആ സ്നാനം അവർ ഏറ്റവും അനുഗ്രഹമായി തീർക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഹല്ലേലൂയ, ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതി കാണുവാനും കർത്താവെ ഈ നാളുകൾ കർത്താവെ അവൻ്റെ ഹല്ലേലൂയ ഭൗതിക ഹല്ലേലൂയ ആത്മീയ മേഖലയിലെല്ലാം കർത്താവെ വർദ്ധന വരുത്തി അനുഗ്രഹിക്കുന്ന ആ ദൈവിക മഹത്വം കൊണ്ട് സന്തോഷിക്കുവാൻ കർത്താവെ കൃപ ചെയ്യണം. കർത്താവെ, ആദ്യരംഗത്ത് നട്ടിരിക്കുന്നതും തക്ക കാലത്ത് ഫലം കായ്ക്കുന്നതും ഇലവാടാത്ത വൃക്ഷം പോലെ നിൽക്കുവാൻ കർത്താവ് അവനെ ശക്തീകരിക്കണമേ. അപ്പ വലിയൊരു അത്ഭുതം കൊണ്ട് സന്തോഷിക്കുവാൻ കുടുംബത്തെ അനുഗ്രഹിക്കണമേ. കർത്താവെ, അനേകം പട്ടണങ്ങൾ രാജ്യങ്ങൾ കടന്നു നിന്ന് കർത്താവെ ശുശ്രൂഷിക്കുവാൻ കർത്താവെ അവനെ അവനെ ശക്തീകരിക്കണമേ. അനേകവരെ കർത്താവെ ആത്മീയത്തിൽ കർത്താവെ കൊണ്ടുവരുവാൻ കർത്താവെ കൃപ ചെയ്യണമേ. കർത്താവെ, അവൻ്റെ കർത്താവെ അനേകായിരങ്ങൾ സ്നാനപ്പെടുവാൻ കർത്താവെ കൃപ ചെയ്യണമായി. പിതാവിന്റെ പരിശുദ്ധാത്മാവെ അങ്ങ് സഹായിക്കാൻ പോലെ കൃപയ്ക്കാൻ നന്ദി. തൊന്നുള്ള കർത്താവെ ശുശ്രൂഷയ്ക്കായി കർത്തദാസന്മാരെ അവിടെ ശക്തീകരിക്കണം, ബലപ്പെടുത്തുന്ന കർത്താവെ ഞങ്ങൾ കേൾക്കാമോ ആ ചിന്തയ്ക്കായി ആളുകളുടെ ദൂതുകൾ, മർമ്മങ്ങൾ, വെളിപ്പാടുകൾ, ദർശനങ്ങൾ കർത്താവെ കടന്നു വന്ന ജനത്തിന് ഏറ്റവും അനുഗ്രഹമായി തീർക്കേണ്ടതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഈ നല്ല ഈ സമയത്തിനായി ഞങ്ങൾ ദൈവത്തിനെ മഹത്വപ്പെടുത്തുന്നു, സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. കർത്താവെ, ഇവിടെ ആയിരിക്കുന്ന എല്ലാ ജനത്തെയും കർത്താവ് അനുഗ്രഹിക്കണമേ. അപ്പോഴത്തെ ജനങ്ങൾ മറക്കണം, മാനിക്കണം, ഉയർത്തും, സഹായിക്കണം, ശക്തീകരിക്കണം, ബലപ്പെടുത്തണം. യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമം തന്നെ. ആമേൻ. അവൻ തുടർന്ന് ദൈവത്തിന്റെ ചിന്തയിലേക്ക് പ്രവേശിപ്പാൻ പോവുകയാണ്. വളരെ പ്രാർത്ഥനയോടെ നമുക്കായിരിക്കാം. കാലം കോട്ടയത്ത് നിന്ന് കടന്നു വന്ന കർത്താവിദാസൻ പാസ്റ്റർ യേശുദാസ് ജോസഫ് നമ്മുടെ മധ്യത്തിൽ ദൈവത്തിൽ സംസാരിക്കും. വളരെ ആദരവോടെ കർത്താവിദാസനെ ശുശ്രൂഷയ്ക്കായി ക്ഷണിക്കുന്നു. ഇതിലെ കരങ്ങളെ തട്ടി സ്തോത്രം ചെയ്യുന്നു. സന്തോഷത്തോടെ ദൈവത്തെ അനുസരിച്ചു. എന്നെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ അനുഗ്രഹിക്കപ്പെട്ട നല്ല നിമിഷത്തിനായി കർത്താവിനെ സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്നു. ഈ മീറ്റിംഗ് ചെയ്യുന്ന കർത്താവിന്റെ ദാസനും ഷാജി പാസ്റ്ററെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. ചില വർഷങ്ങൾക്ക് മുമ്പ് ഒരുമിച്ച് പരിചയപ്പെടുവാൻ ഇടയായി തീർന്നു. പരസ്പരം പലപ്പോഴും കാണുവാൻ കർത്താവ് സഹായിച്ചു. എന്നാൽ ഒന്നിച്ചൊരു കൂട്ടായ്മ ഇന്ന് പകൽക്കാലം ആദ്യമായിട്ടാണ് അനുഭവിപ്പാനായിട്ട് ഇടയായി തീരുന്നത്. സ്തോത്രം. കർത്താവിന്റെ ദാസനുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുകയാണ്. അതുപോലെ തന്നെ ഞാൻ വളരെ സ്നേഹിക്കുന്ന കർത്താവിന്റെ ദാസൻ വൈദ്യ പാസ്റ്റർ ഓർപ്പിച്ചതുപോലെ ബൈബിൾ കോളേജിൽ ഒന്നിച്ച് പഠിക്കുവാനായിട്ട് കർത്താവ് സഹായിച്ചു. അതിനുശേഷമായിട്ട് സ്തോത്രം വലിയ കുടുംബമായി പലപ്പോഴും എൻ്റെ ഭവനത്തിൽ കടന്നു വരികയും സ്തോത്രം എനിക്ക് ഇവിടെ കടന്നു വരുവാനും ഒക്കെ കർത്താവ് സഹായിച്ചു. പല കൂട്ടായ്മകൾ ഒന്നിച്ചാചരിപ്പാൻ, പല വിഷയങ്ങൾക്ക് വേണ്ടി ഒന്നിച്ച് പ്രാർത്ഥിപ്പാനൊക്കെ സ്വർഗത്തിലെ ദൈവം സഹായിച്ചു. ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അതുപോലെ സ്തോത്രം ഒത്തിരി സന്തോഷമുണ്ട്. പ്രിയ കുഞ്ഞിൻ്റെ
ആ സ്നാനത്തിൽ എനിക്കും പങ്കെടുക്കുവാൻ കഴിഞ്ഞതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ചില വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ മൂത്ത കുഞ്ഞിനെയും എനിക്കും സ്നാനപ്പെടുത്തുവാനായിട്ട് ദൈവം കൃപ നൽകി. അതൊരു വലിയ ഭാഗ്യമാണെന്ന് ഞാൻ സ്തോത്രം കരുതുകയാണ്. പ്രിയ കുഞ്ഞിൻ്റെ മേൽ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുമെന്ന് പൂർണ്ണമായിട്ട് ഞാൻ വിശ്വസിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. ഈ കാര്യങ്ങളെല്ലാം നടക്കുമ്പോഴും ഞാൻ എൻ്റെ ഹൃദയത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്, കർത്താവേ, അവൻ അനുഗ്രഹിക്കപ്പെട്ട ഒരു അഭിഷിക്തനായി മാറി. കാരണം മറ്റെന്തിനേക്കാൾ ഉപരി തന്റെ പിതാവെന്ന നിലയിൽ താനൊരു സമ്മാനം കൊടുക്കുവാനായിട്ട് ഇടയായിട്ടുണ്ട്. അത് വെറും സമ്മാനമല്ല, തന്റെ സ്തോത്രം ജീവിത അവസാനം വരെയും തന്നെ നിലനിർത്തുവാൻ, തന്നെ സഹായിക്കുവാൻ, തന്നെ ശക്തീകരിക്കുകയും തന്നെ വഴി നടത്തുകയും ചെയ്യുന്ന ആ ദൈവവചനത്തിനുള്ള നന്ദി. സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ നന്ദിയോടെ ഞാനത് ഓർക്കുകയും സ്തോത്രം അത് സന്തോഷിക്കുകയും ചെയ്യുകയാണ്. ഇവിടെ സ്തോത്രം സദസ്സിലായിരിക്കുന്ന ദൈവദാസന്മാർ എല്ലാവരെയും ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എൻ്റെ സ്നേഹിതനായിരിക്കുന്ന പാസ്റ്റർ കൃഷ്ണബാബുവിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവ് ദാസൻ വൈദ്യപാസ് പറഞ്ഞതുപോലെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ആ സ്തോത്രം വഴക്കുണ്ടാക്കുകയും പിണങ്ങുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. എന്നാൽ സ്തോത്രം ഈ ദൈവകൃപയിലേക്ക് വീണ്ടും ഒന്നിച്ചായിരിക്കാൻ വലിയവനായ ദൈവം സഹായിച്ചതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. സന്തോഷമുള്ള ദൈവമക്കൾ കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചാൽ, ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ചാൽ, പകൽക്കാലം ദൈവത്തിന്റെ സാന്നിധ്യം എവിടെയുണ്ട്, ദൈവം ചില പ്രവർത്തികൾ നിശ്ചയമായിട്ട് ചെയ്യും. സ്തോത്രം. ഹല്ലേലൂയ. കർത്താവിന്റെ ദാസൻ കൃഷ്ണറാവു പാസ്റ്ററെ ചില വചനങ്ങൾ ഓർപ്പിക്കുവാനായിട്ട് ഇടയായി തീർന്നു. താൻ പറഞ്ഞു, സ്തോത്രം, നമ്മുടെ ദൈവം, നാം സേവിക്കുന്ന ദൈവം വിശ്വസ്തനായ ദൈവമാണ്. സ്തോത്രം. ഹല്ലേലൂയ. ദൈവം വിശ്വസ്തനാണെന്ന് തിരുവചനത്തിൽ കൂടെ ശക്തമായി ഓർപ്പിക്കുവാനിടയായി തീർന്നു. വചനം പറയുന്നു, നാം അവിശ്വസ്തരായി തീർന്നാലും ദൈവം വിശ്വസ്തന. വിശ്വസ്തൻ എന്ന് പറയുന്നത് ദൈവത്തിന്റെ സ്വഭാവമാണ്. അത് ദൈവത്തിന് മാറ്റുവാൻ കഴിയത്തില്ല, അത് ദൈവത്തിന് ത്യജിക്കുവാൻ കഴിയത്തില്ല. വചനം പറയുന്നു, നാം അവിശ്വസ്തരായി തീർന്നാലും ദൈവം വിശ്വസ്തനാണെന്ന് ഇന്ന് രാത്രി എത്ര പേർക്ക് തിരിച്ചറിയുവാൻ കഴിയുന്നുണ്ട്? ഇവിടെ നിൽക്കുമ്പോൾ എനിക്ക് പറയുവാൻ കഴിയും, അത് എന്നെ വിളിച്ച ദൈവം വിശ്വസ്തനായ ദൈവമാണ്. ആ ദൈവത്തിന്റെ വിശ്വസ്തത അനുഭവിച്ചറിയുന്ന ദൈവജനം കരങ്ങളുയർത്തി ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. കർത്താവിന്റെ ദാസൻ ഓർപ്പിച്ചതുപോലെ സ്തോത്രം. ഹല്ലേലൂയ. ചില വർഷങ്ങൾക്ക് മുമ്പ് ഏകദേശം ഹല്ലേലൂയ അതേ സ്തോത്രം, എനിക്കിപ്പോൾ 51 വയസ്സിലേക്ക് ഞാൻ കയറിയിരിക്കുകയാണ്. 2001 സെപ്റ്റംബർ 23-ാം തീയതിയാണ് ഞാൻ രക്ഷിക്കപ്പെടുവാൻ ഇടയായിത്തീർന്നത്, സ്നാനപ്പെടുവാനായിട്ട് ഇടയായിത്തീർന്നത് അന്നാണ്. എന്നാൽ ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, അന്നു മുതൽ ഇന്ന് വരെയും എന്നെ വിളിച്ച് വേർതിരിച്ച ദൈവം വിശ്വസ്തനാൽ എന്നെ നടത്തിയ വിധങ്ങൾക്കാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് വരെ ഞാൻ പറയട്ടെ, ദൈവം വിശ്വസ്തൻ എന്ന് പറഞ്ഞത് ഒരു കെട്ടുകഥയല്ല. ദൈവം വിശ്വസ്തൻ എന്ന് പറയുന്നത് ആരെങ്കിലും പറഞ്ഞു കേട്ടതല്ല. ദൈവം വിശ്വസ്തനാണെന്ന് സ്വന്തം ജീവിതത്തിൽ ആരെ പഠിച്ചറിഞ്ഞത് കൊണ്ട് ഈ പദങ്ങൾ ശക്തമായി വിളിച്ചു പറയട്ടെ, ദൈവം വിശ്വസ്തന. അതേ സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് വളരെ പറയട്ടെ, അതേ സ്തോത്രം, നിന്റെ കൂട്ടുകാർ മാറിപ്പോകും, ചർച്ചക്കാർ മാറിപ്പോകും, മാതാപിതാക്കൾ മാറിപ്പോകും. എന്നാൽ ഒരിക്കലും മാറാത്ത ഒരുവനുണ്ടെങ്കിൽ, മാറാത്ത ഒരുവനുണ്ടെങ്കിൽ, മറക്കാത്ത ഒരുവനുണ്ടെങ്കിൽ, മാറ്റമില്ലാത്ത ഒരുവനുണ്ടെങ്കിൽ, അത് നസ്രയനായ യേശു ക്രിസ്തുവെന്ന് ഇന്ന് പലർക്കാരെ ശക്തിയോടെ വിളിച്ചു പറയുക. അധിക സമയം എന്റെ മുന്നിൽ സാക്ഷ്യം പറയണമെങ്കിൽ ഒത്തിരി സമയം വേണം. എന്നാൽ പറയട്ടെ, സ്തോത്രം, ചുരുക്കമായി പറഞ്ഞ ദൈവത്തിലേക്ക് കയറുവാൻ ഞാൻ താല്പര്യപ്പെടുകയാണ്. അധിക സമയങ്ങളൊന്നും നമ്മുടെ മുൻപിലില്ല. കർത്താവിന്റെ ദാസൻ ഓർപ്പിച്ചതുപോലെ എന്റെ പേര് യേശുദാസ് ജോസഫ് എന്നാണ്. 1975 ഏപ്രിൽ 24-ാം തീയതിയായിരുന്നു എന്റെ ജനനം. എന്റെ അമ്മ എന്നെ പ്രസവിച്ച് 1 മണിക്കൂറിന് ശേഷമായി ചോരക്കുഞ്ഞായിരിക്കുന്ന എന്നെ ഒരു റബ്ബർ തോട്ടത്തിലേക്ക് വലിച്ചെറിഞ്ഞ് തന്റെ ആത്മാഭിമാനത്തെ ഭയന്ന് താൻ ഓടിപ്പോകുവാനിടയായിത്തീർന്നു. പ്രഭാതത്തിൽ റബ്ബർ തോട്ടത്തിൽ സ്തോത്രമല്ലേറിയ വന്ന ഒരു മാതാവ് സ്തോത്രമല്ലേറിയ താൻ നടന്നു വരുമ്പോൾ ഒരു കുഞ്ഞിന്റെ ശബ്ദം കേട്ടു, കരച്ചിലിന്റെ ശബ്ദം കേട്ടുകൊണ്ട് താൻ നോക്കുമ്പോൾ സ്തോത്രം കുടുംബത്തിലേക്ക് കരയുന്ന കുഞ്ഞിനെയാണ് കാണുവാനിടയായിത്തീർന്നത്.
ആ മാതാവ് തന്റെ കരങ്ങളിലെ കുഞ്ഞിനെ എടുത്തുകൊണ്ട് സ്തോത്രമല്ലിയ ഭവനത്തിലേക്ക് പോയി. മാതാവും പിതാവും സ്തോത്രമല്ലിയ 6 മക്കളും അടങ്ങുന്ന ഒരു വളരെ ദാരിദ്ര്യം അനുഭവിക്കുന്ന ഒരു കുടുംബമായിരുന്നു. എന്നാൽ സ്തോത്രമല്ലിയെ ആ ഭവനത്തിലേക്ക് കൊണ്ടുപോയി 7ാമനായി വളർത്തുവാനായിട്ട് ഇടയായി തീർന്നു. ദൈവത്തിലെ സ്തോത്രമല്ലി ഏകദേശം 8 വയസ്സ് പ്രായമുള്ളപ്പോൾ എന്റെ സ്തോത്രം വീടിനടുക്കൽ കൂടി വഴിയാത്രക്കാർ പോകുമ്പോൾ എന്റെ മാതാവിനോട് ചോദിക്കും, ഇതാണോ നിങ്ങൾക്ക് തോട്ടത്തിൽ നിന്ന് കിട്ടിയ കുഞ്ഞ്? സ്തോത്രമല്ലിയ ആ വാക്ക് അവർ ഉപയോഗിക്കുമ്പോൾ എന്റെ സഹോദരിമാർ ഞാനത് ശ്രദ്ധിക്കാതിരിക്കുവാൻ പലതും പറഞ്ഞ് ശ്രദ്ധയകറ്റുന്നത് ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്. സ്തോത്രമല്ലിയ അങ്ങനെ പലപ്പോഴായി കഴിഞ്ഞപ്പോൾ ഞാൻ എന്റെ മാതാവിനോട് ചോദിച്ചു, എന്താണെന്ന് വഴിയെ പോകുന്നവരൊക്കെ തോട്ടത്തിൽ കിടന്ന് കിട്ടിയ കുഞ്ഞാണോ എന്ന് ചോദിക്കുന്നത്. അമ്മ എന്നോട് പറഞ്ഞു, മോനെ നമ്മുടെ അച്ഛൻ മദ്യപിക്കുമായിരുന്നു. മദ്യപിച്ച് എന്നെ ഉപദ്രവിക്കുന്ന സമയം ഞാൻ 9 മാസം പ്രഗ്നന്റ് ആയിരുന്നു. അച്ഛന്റെ ഉപദ്രവം ഭയന്നിട്ട് റബ്ബർ തോട്ടത്തിൽ പോയി ഇരുന്നപ്പോൾ അവിടെ വെച്ച് നിന്നെ പ്രസവിച്ചതാ. എന്നിട്ട് ഒരു വാക്കും കൂടെ ചേർത്ത് പറഞ്ഞു, പഴയ കാലമല്ലേ മോനെ, കണ്ടത്തിൽ പോകുന്നവർ ചിലപ്പോൾ അവിടെ വെച്ചായിരിക്കും പ്രസവിക്കുന്നത്. അങ്ങനെയൊക്കെയുള്ള കാലമാ, നീ അതിനെ കുറിച്ചൊന്നും ചിന്തിക്കേണ്ടെന്ന് പറഞ്ഞു. വർഷങ്ങൾ മുന്നോട്ട് പോയി. ഏകദേശം 9ാം ക്ലാസ്സിൽ ഞാൻ പഠിക്കുമ്പോൾ എന്റെ വീടിനടുത്ത് ഒരു ഹെൽത്ത് സെന്റർ ഉണ്ടായിരുന്നു. ആ ഹെൽത്ത് സെന്ററിൽ അതേപോലെ ഒരു നേഴ്സും ഭർത്താവും ഉണ്ട്. അവർക്ക് 4 കുഞ്ഞുങ്ങളുണ്ട്. വൈകുന്നേര സമയങ്ങളിൽ പാവപ്പെട്ട കുഞ്ഞുങ്ങൾക്ക് ഉപ്പുമാവുകളെ വിതരണം ചെയ്യുന്നുണ്ട്. അത് വാങ്ങാൻ ഞാനും കടന്നു പോകും. എന്നാൽ ആ പ്രിയപ്പെട്ടവർക്ക് മറ്റുള്ള കുഞ്ഞുങ്ങളെക്കാൾ ഉപരി എന്നോട് വളരെ ഒരു പ്രത്യേക താല്പര്യം അവർ കാണിക്കുവാനിടയായി തീർന്നു. 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, മോനെ നീ എന്റെ വീട്ടിലേക്ക് ഒന്ന് വരണം. അവരെ സ്തോത്രമല്ലിയ പുതിയൊരു വീടൊക്കെ പണിത് അവിടെ താമസിക്കുകയാണ്. ഞാൻ അവിടെ സ്തോത്രം ആരും അറിയാതെ ചെന്നപ്പോൾ ഒരു മുറിക്കകത്ത് എന്നെ കയറ്റിയിട്ട് കഥകടച്ചിട്ട് പറഞ്ഞു, ഞാൻ സത്യം നിന്നോട് പറയാൻ പോകുക, ഒരിക്കലും നീ ഇതാരോടും പറയരുത്, അന്വേഷിച്ച് പോകരുതെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, എന്താണ്? സ്വന്തം നിന്റെ അപ്പന്റെ പേര് കെ.സി. തോമസ് അല്ല, കോട്ടയം കളത്തിപ്പടിക്കലാണ് അവരുടെ വീട്. അതുകൊണ്ട് നീ സ്തോത്രം ഒരിക്കലും അന്വേഷിച്ചു പോകരുത്. ഞാൻ നിന്നെ വിളിച്ചതിന്റെ ഉദ്ദേശം നിനക്ക് കുറച്ച് തുണികളൊക്കെ വാങ്ങുവാനാ ഞാൻ സ്തോത്രമല്ലിയ വിളിച്ചതെന്ന് പറയുവാൻ ഇടയായിട്ടുള്ളൂ. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, എന്റെ അച്ഛന്റെ പേര് ജോസഫ്, എനിക്ക് 5 വയസ്സുള്ളപ്പോൾ മരിച്ചുപോയി. അമ്മയുടെ പേര് റൈച്ചൽ ജോസഫ്, അത് എനിക്ക് സഹോദരങ്ങളുണ്ട് എന്ന് പറയുവാൻ ഇടയായിത്തീർന്നു. അദ്ദേഹം എന്നോട് പറഞ്ഞു, ഇല്ല, നിന്നെ അവർ സ്തോത്രമല്ലിയ എടുത്തു വളർത്തുന്നതാണെന്ന് പറഞ്ഞു. എന്നാൽ ആരും അറിയാതെ ഞാൻ വീട്ടിൽ വന്നു. ഇതൊന്നും ആരോടും ചോദിച്ചില്ല. ചില വർഷങ്ങൾ മുന്നോട്ട് പോയി. 10ാം ക്ലാസ് പഠനം കഴിഞ്ഞതിന് ശേഷമായിട്ട് സ്തോത്രം പല തൊഴിലുകൾ പഠിക്കുവാൻ കടന്നുപോയെങ്കിലും ഒന്നും സ്തോത്രം പൂർത്തീകരിക്കുവാൻ കഴിഞ്ഞില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ സഹോദരങ്ങളൊക്കെ വിവാഹം കഴിച്ച് പലരും പല സ്ഥലത്തോട്ട് മാറിയെങ്കിലും ഭവനത്തിൽ പാർക്കുന്ന സഹോദരൻ ഭവനത്തിൽ സ്തോത്രമല്ലിയ അവിടെ നിന്ന് മാറാതെ അവിടെ തന്നെ പാർക്കുവാൻ ഇടയായി തീർന്നു. എന്റെ മാതാവിങ്ങനെ പറഞ്ഞു, എടാ നീ മാറണം, കാരണം അതേ സ്തോത്രമല്ലിയ നീ വിവാഹം കഴിച്ചില്ലേ, നീയും വാടകയ്ക്ക് ഒരു റൂം എടുത്തോ ഒരു വീടെടുത്തോ പോകാൻ പറഞ്ഞു. സ്തോത്രമല്ലിയ ഇതാ സ്തോത്രമല്ലിയ ഇളയ കുഞ്ഞിനുള്ളതാണെന്ന് പറയുവാൻ ഇടയായി തീർന്നു. അന്ന് മുതൽ എന്റെ സഹോദരന്റെ ഭാര്യയും ഞങ്ങൾക്ക് എനിക്കെതിരായി തീരുവാൻ ഇടയായി തീർന്നു. അങ്ങനെ മാനസികമായി ഞാൻ വളരെ സ്വന്തം തകരുവാനായിട്ട് ഇടയായി തീർന്നു. ദൈവമക്കളെ സ്തോത്രം 10ാം ക്ലാസ്സിന് ശേഷം ഞാൻ കൂലിപ്പണി ചെയ്യുവാൻ പല ഭവനങ്ങളിൽ കടന്നു ചെല്ലുമ്പോഴും അവരോട് ആദ്യം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, നിന്റെ അപ്പനാര് അമ്മയാരെന്ന ഉത്തരം പറയുവാൻ കഴിയാതെ, ജോലി ചെയ്യുവാൻ കഴിയാതെ ഞാൻ സ്തോത്രമല്ലിയ എന്റെ ഭവനത്തിലേക്ക് മടങ്ങി വന്ന അനേക സന്ദർഭങ്ങൾ എന്റെ ജീവിതത്തിലുണ്ട്. സ്വന്തം ഒരു സമൂഹത്തിൽ എന്നാൽ അവർ പറയും, ഇവനെയാണ് തോട്ടത്തിൽ നിന്ന് കിട്ടിയത്. ഒരു ബന്ധുക്കളുടെ കല്യാണത്തിൽ എന്നാൽ അവര് പറയും, ഇവനെയാണ് തോട്ടത്തിൽ നിന്ന് കിട്ടിയത്. മാനസികമായി തകർന്നു. എന്റെ അകത്തളങ്ങളിൽ വൈരാഗ്യമുണ്ടായി. എന്റെ മാതാവും പിതാവും ആരാണെങ്കിലും അവരെ കണ്ടുപിടിക്കണം. ഞാൻ ഈ നിന്ന അനുഭവിച്ച, ഞാൻ ഈ സ്തോത്രം വേദന അനുഭവിച്ച ജീവിക്കുമ്പോൾ അവരൊരിക്കലും സുഖിച്ച് ജീവിക്കുവാൻ പാടില്ലെന്ന് പറഞ്ഞുകൊണ്ട് അവരെ കൊല ചെയ്യുവാനുള്ള എല്ലാ ആസൂത്രണങ്ങളും അല്ലെങ്കിൽ ഞാൻ ചിന്തിപ്പാൻ ഇടയായി തീർന്നു. എന്റെ സ്വന്തം ഞാൻ ഒരു ഓട്ടോറിക്ഷ തൊഴിലാളിയായിരുന്നു. എന്റെ സ്നേഹിതന്മാർ മദ്യപിച്ചും കള്ളുകുടിച്ചുമൊക്കെ സ്വന്തം ഏറ്റവും പിടിച്ച് നടക്കുന്നവരാ. അവരോട് ചേർന്ന് കാര്യങ്ങൾ സംസാരിച്ചു. അങ്ങനെ സ്തോത്രമല്ലിയ 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ നിന്റെ അപ്പന്റെ പേര് ഇന്നതാന്ന് പറഞ്ഞ ആ വ്യക്തിയെ പോയി ഞാൻ കാണുവാൻ ഇടയായി തീർന്നു. കണ്ട് ഞാൻ ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞു, നിന്റെ അപ്പനാരാണെന്ന് എനിക്കറിയില്ല, വേറെ പേര് പറഞ്ഞുകൂടെ വരരുതെന്ന് പറഞ്ഞു. എന്നാൽ സ്തോത്രമല്ലിയ കൂട്ടുകാരും കൂടി ആലോചിച്ചു, എങ്ങനെയും കണ്ടുപിടിക്കണം, എങ്ങനെയും അവരെ കൊല ചെയ്യണം. അതിനുള്ള സകല ആസൂത്രണങ്ങളും ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് സ്തോത്രമല്ലിയ വീട്ടിൽ ഭയങ്കരമായിരിക്കുന്ന വിഷയങ്ങളാ. സമാധാനം ജീവിതത്തിലില്ല. സമാധാനത്തിന് വേണ്ടി മദ്യപിച്ചു, സമാധാനത്തിന് വേണ്ടി കഞ്ചാവ് വലിച്ചു, പലതും ചെയ്തു നോക്കിയിട്ടും അല്ലെങ്കിൽ അതിന്റെ
നീ പ്രാർത്ഥനയ്ക്ക് വരണം. ഞാൻ പറഞ്ഞു എനിക്ക് നാളെ പണിയുണ്ട്. ഇല്ല, നീ വന്നേ മതിയാകത്തുള്ളൂ. നീ ഒന്ന് വന്ന് നോക്ക്. അങ്ങനെ സ്തോത്രം ഇത് എന്താണെന്ന് അറിയുവാൻ ഒരു ഓൺലൈൻ പ്രയറിൽ ഇതുപോലൊരു ഹോളിൽ ഞാൻ പോയി ഇരിക്കുവാനിടയായി തീർന്നു. അന്ന് ശക്തമേറിയ ദൈവവചന ശുശ്രൂഷയ്ക്ക് ശേഷം അതേ സ്തോത്രം ഒരു ദൈവദാസൻ ശുശ്രൂഷ ഇങ്ങനെ പറഞ്ഞു, ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ചിലരെത്തോടും, ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ചില കാര്യങ്ങൾ ചെയ്യും. ഒരു പാട്ടുപാടി ശക്തമായി ആരാധിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇത് തീർന്നാൽ വീട്ടിൽ പോകാമെന്ന് കരുതി ഞാൻ ഭിത്തിയിൽ ചാരി നിൽക്കുമ്പോൾ അദ്ദേഹം വന്ന് എന്റെ തലയിൽ കൈവച്ചു പ്രാർത്ഥിച്ചു. എനിക്കൊന്നും സംഭവിച്ചില്ല. വീണ്ടും അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് രണ്ടാമത് വന്ന് എന്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചു. എന്നും സംഭവിച്ചില്ല. മൂന്നാമത് അദ്ദേഹം വീണ്ടും വന്ന് തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഒരു റബ്ബർ ബോൾ എടുത്തെറിയുന്നത് പോലെ ഇതേപോലുള്ള ഹോളുകളിൽ പുരുഷന്മാരെ സ്ത്രീകൾ ഇരിക്കുമ്പോൾ അതേ സ്തോത്രം ഞാൻ തെറിച്ചു വന്ന ഈ സ്തോത്രം നടുവിലായിട്ട് വീഴാൻ ഇടയായിട്ടുണ്ട്. ആ നിമിഷം തന്നെ എന്നിൽ നിന്നും ഒരു ദുരാത്മാവിന്റെ ശക്തി അണിഞ്ഞുമാറുകയും പരിശുദ്ധാത്മാവിന്റെ ശക്തി എന്റെ മേൽ വരികയും യേശുവിന്റെ രക്തം ജയമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ചാടി എഴുന്നേൽക്കുവാൻ ഇടയായിട്ടുണ്ട്. ഇന്ന് ഞാൻ പകൽക്കാലം എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, അതുപോലെ അനുഭവിച്ചറിയാത്ത ഒരു സ്വർഗീയ സമാധാനം എന്റെ ഹൃദയത്തിൽ നിറയുവാൻ ഇടയായിട്ടുണ്ട്. കഞ്ചാവിന് തരുവാൻ കഴിയാത്ത സമാധാനം, മദ്യത്തിന് തരുവാൻ കഴിയാത്ത സമാധാനം, മറ്റൊന്നിനും തരുവാൻ കഴിയാത്ത നിത്യമായ സമാധാനം എന്റെ അകത്തലങ്ങളിൽ യേശു ക്രിസ്തു നൽകുവാൻ ഇടയായിത്തീർന്നു. ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, ഹല്ലേലൂയ. പ്രഭാതമായപ്പോൾ അമ്മയുടെ അടുക്കിലേക്ക് ഞാൻ ഓടി. അമ്മയെ പ്രാർത്ഥനയ്ക്ക് പോയത് കൊണ്ട് എനിക്ക് വലിയ സന്തോഷമാ, എന്റെ ഹൃദയത്തിൽ സമാധാനമാ. അമ്മ എന്നോട് പറഞ്ഞു, മോനെ നീ പ്രാർത്ഥനയ്ക്ക് പോകണം. അമ്മ പ്രാർത്ഥിക്കുന്ന ഒരു മാതാവ്. എന്റെ വിദ്യാഭ്യാസമൊന്നുമില്ല, സ്തോത്രം ഹല്ലേലൂയ. എന്നാൽ ഞാനൊക്കെ പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ സ്തോത്രം ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഞാൻ പ്രാർത്ഥനയ്ക്ക് പോയ ചർച്ചകാർ 7 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന നടത്തുകയില്ല. അവിടെ ചെന്ന് ഞാൻ സ്തോത്രം ഹല്ലേലൂയ പറഞ്ഞു, എനിക്കും പ്രാർത്ഥനയിൽ പങ്കാളിയാണ്, എനിക്കും ഉപവസിക്കുന്നത് പറഞ്ഞു. ഉപവാസം എന്താണെന്ന് എനിക്കറിയില്ല. ദേവദാസന്മാർ ചോദിച്ചു, നീ രക്ഷിക്കപ്പെട്ടോ? ഞാൻ പറഞ്ഞു, രക്ഷിക്കപ്പെട്ടു. എന്ത് രക്ഷിക്കപ്പെട്ടു? ഞാൻ പറഞ്ഞാൽ ഒത്തിരി പ്രാവശ്യം രക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. കാരണം ഓട്ടോറിക്ഷ ഓടിക്കുമ്പോൾ കൺവെൻഷനൊക്കെ അടുത്ത് നടക്കുമ്പോൾ മാധ്യമത്തിലേക്ക് കേട്ട് പാട്ട് കേൾക്കാനുള്ള പോയിരിക്കും. ഏറ്റവും ഒടുവിൽ ദേവദാസന്മാർ കർത്താവിനെ സ്വീകരിപ്പാൻ മനസ്സുള്ളവർ കരങ്ങൾ ഉയർത്താൻ പറയുമ്പോൾ യാതൊരു മാനസാന്തരവും ഇല്ലാതെ ഞാൻ കരങ്ങൾ ഉയർത്തിയിട്ടുണ്ട്. ഞാൻ ഓർത്ത് അതാണ് രക്ഷിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ അതാണെന്നാണ് വിചാരിച്ചത്. എന്നാൽ ദേവദാസന്മാർ എനിക്ക് ദൈവാലോചന പറഞ്ഞു തന്നു. ദൈവവചനത്തിന്റെ മർമ്മങ്ങളെ വെളിപ്പെടുത്തി തന്നു. നിന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി കാൽവരി ക്രൂശിൽ കർത്താവ് മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേൽക്കുവാൻ ഇടയായിത്തീർന്നു. ആ കർത്താവിന്റെ ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വായിൽ ഏറ്റുപറയുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടുമെന്ന് പറഞ്ഞു. അന്നിന്റെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് എന്റെ കർത്താവിനെ രക്ഷകനായി സ്വീകരിച്ചു. 4-ാമത്തെ ഉപവാസ പ്രാർത്ഥനയിൽ ഒരു സാക്ഷ്യം പറയാൻ അവസരം തന്നപ്പോൾ ഞാൻ പറഞ്ഞു, അതേ സ്തോത്രം അന്യഭാഷ പറഞ്ഞ അങ്ങനെ മദ്യവെച്ച് ഞാൻ വെക്കുകെട്ട് അന്യഭാഷ പറഞ്ഞ് പ്രസംഗിച്ച് ബന്ധക്കോസുകാരെ കളിയാക്കിയിട്ടുള്ളതാ. എന്നാൽ ഈ അന്യഭാഷ എന്ന് പറയുന്നത് ഉണ്ടെങ്കിൽ അതെനിക്ക് ലഭിക്കാൻ നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. ദൈവമക്കളെ, 5-ാമത്തെ ദിവസം ഒരു അഭിഷേകൻ പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ അഗ്നിയുടെ ശക്തി എന്റെ മേൽ വന്ന അന്യഭാഷകളായി ഞാൻ
ദൈവവചനം സംസാരിക്കുമ്പോൾ 6, 7, 8 മണിക്കൂറുകൾ ദൈവസന്നിധിയിൽ മുട്ടുമടക്കി പ്രാർത്ഥിപ്പാനുള്ള കൃപ ദൈവം എനിക്ക് തന്നു. എന്റെ മകൻ ഞാൻ പറയട്ടെ, സ്വന്തം ദൈവമക്കളെ, ദൈവം തന്ന ആലോചന അനുസരിച്ച ചുവട് മുന്നോട്ട് വെക്കുവാൻ ഇടയായി തീർന്നു. അമ്മയെ അമ്മ പറഞ്ഞു, മോനെ ഒരു വിവാഹം കഴിക്കണം, ഒരു വിവാഹം കഴിച്ചിട്ട് സ്വന്തമലകിയ സഭാ ശുശ്രൂഷ ഏറ്റെടുക്കണം. ഇങ്ങനെ പല കാര്യങ്ങൾ പറയുവാൻ ഇടയായി തീർന്നു. അതേ സ്വന്തം ഞാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു. ഞാൻ ബൈബിൾ കോളേജിൽ പഠിക്കുമ്പോൾ ഞങ്ങളുടെ അധ്യാപകനോട് പറഞ്ഞു, ഒരു തക്കതായ പള്ളിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എന്നാൽ ഞാനൊരു അനാഥനായതുകൊണ്ട് ഒരു കുടുംബ ജീവിതത്തെ കുറിച്ച് വലിയ കാഴ്ചപ്പാടൊന്നുമില്ലായിരുന്നു. എന്നാൽ അദ്ദേഹം പറഞ്ഞതിന് ശേഷം ഞാൻ എഴുതി വെച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു. ഞാൻ പ്രാർത്ഥിച്ചത്, കർത്താവേ, ഞാനൊരു സുവിശേഷകനാണ്. എന്നോടൊപ്പം കർത്താവിന്റെ വേല ചെയ്യുന്ന, ലജ്ജയില്ലാതെ കർത്താവിന് വേണ്ടി നിൽക്കുന്ന, അനേകർക്ക് വേണ്ടി ഇരുവിൽ നിന്ന് കരയുന്ന, എന്നെ സ്നേഹിക്കുന്ന, എന്റെ മാതാവിനെ സ്നേഹിക്കുന്ന ഒരു സഹോദരിയെ എനിക്ക് ഭാര്യയായി തരണമെന്ന് പ്രാർത്ഥിച്ചു. അങ്ങനെ പ്രാർത്ഥിച്ചു. 3 പെൺകുട്ടികളെ പോയി കണ്ടുവെങ്കിലും അത് ദൈവഹിതമല്ല എന്ന് തിരിച്ചറിഞ്ഞ് വീണ്ടും ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ ഇപ്പോൾ വിവാഹം കഴിച്ചിരിക്കുന്ന പ്രിയപ്പെട്ടവരുടെ ദൈവം എനിക്ക് വെളിപ്പാടിൽ കാണിച്ചു തരുവാനിടയായി തീർന്നു. അങ്ങനെ ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞു. വിവാഹം കഴിഞ്ഞ അന്ന് രാത്രിയിൽ തന്നെ ഭവനത്തിൽ ഭയങ്കരമായിരിക്കുന്ന അടിയും ബഹളവുമായിരുന്നു. അത് തുടർന്ന് തന്നെ മുന്നോട്ട് പോകുവാൻ ഇടയായി തീർന്നു. പല ദിവസങ്ങൾ ഞങ്ങൾ റബ്ബർ തോട്ടത്തിലാണ് അന്തിയുറങ്ങിയത്. ഏകദേശം 1 വർഷം കഴിഞ്ഞപ്പോൾ എന്റെ ഭാര്യ മുത്തകുഞ്ഞിനെ 2 മാസം പ്രഗ്നന്റായിരിക്കുമ്പോൾ ഇളയ സഹോദരൻ പറഞ്ഞു, എന്റെ അപ്പനുണ്ടാകാത്ത ഒരുത്തരം ഇവിടെ വേണ്ട, ഇറങ്ങാൻ പറഞ്ഞു. അന്ന് രാത്രി ഗർഭിണിയായിരിക്കുന്ന പെണ്ണിന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് കരഞ്ഞ നിലവിളിയോടെ ഭവനത്തിൽ നിന്ന് ഇറങ്ങുമ്പോൾ എന്റെ ഭാര്യയോട് പറഞ്ഞു, വിഷമിക്കേണ്ട, കടത്തിന്റെ കടന്നാൽ ഞാൻ കൂടെ കാണും. ദൈവം നമ്മളെ എന്റെ ഭാര്യയെ പുകഴ്ത്തി പറഞ്ഞതല്ല, ഇന്ന് മുതൽ പ്രാർത്ഥിച്ച് ലഭിച്ചതായതുകൊണ്ട് എനിക്ക് അവളൊരു ബലമ, എനിക്ക് അവളൊരു ശക്തിയ, എന്റെ ശുശ്രൂഷ എനിക്ക് വലിയൊരു കൈത്താങ്ങ. രാത്രി ഞാൻ പറയട്ടെ, വിവാഹം കഴിക്കാനുള്ള കുഞ്ഞുങ്ങളോട് ഞാനത് കയറി പറയട്ടെ, ഇന്ന് മുതൽ നീ സ്വന്തമായി ഒന്നും തിരഞ്ഞെടുക്കരുത്. ദൈവത്തിന്റെ വിധപ്രകാരം നിനക്ക് ലഭിച്ച നിന്റെ കുടുംബ ജീവിതം അനന്തരമായി തീരുമെന്ന് ശക്തമായി പിടിച്ചു പറയുക. യേശുവിന്റെ നാമത്തിൽ ഞാൻ തലേ കൈവെക്കുന്നില്ല. ജനങ്ങളോട് പറയുക, ഇന്നുള്ളതിന്റെ വഴികൾ വിട്ട നീ മടങ്ങി വരുവാൻ യേശുവിന്റെ നാമത്തിൽ ഞാൻ പറഞ്ഞത് അന്ന് ഇറക്കി വിട്ടതാ. ഇന്ന് 20 വർഷമായി വാടകയ്ക്ക് താമസിക്കുക. ഞാൻ പറയട്ടെ, എന്റെ മാതാവ് പെട്ടെന്ന് ഒരു ദിവസം തളർന്നുപോയി. 7 വർഷം രോഗിയായി കിടന്നു. ഞങ്ങൾ രണ്ടുപേരും എന്റെ മാതാവിനെ ശുശ്രൂഷിച്ചു. മാതാവിന്റെ മരണശേഷം ഞാൻ പറഞ്ഞു, കർത്താവേ, എന്റെ സഹോദരങ്ങളെല്ലാവരും എന്നെ ഉപേക്ഷിച്ചിരിക്കുക, എനിക്കെങ്ങും പോകാൻ നിവൃത്തിയില്ല. ഞാൻ പ്രാർത്ഥിച്ചു. മല്ലപ്പള്ളി എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോകാൻ ഒരു നിയോഗം ദൈവം തന്നു. അവിടെ പോയി പാർട്ടി 7 വർഷം വാടക കൊടുക്കാതെ താമസിക്കാൻ ഒരു മുഖാന്തരം ദൈവം ഒരുക്കി. ജീവിതത്തിൽ പ്രതിസന്ധികൾ ആഞ്ഞടിച്ചപ്പോൾ ഞാൻ ദൈവത്തോട് ചോദിച്ചു, കർത്താവേ, ഇങ്ങനൊരു ജീവിതം നീ എനിക്ക് എന്തിനാ നൽകിയത്? ഞാൻ ധരിച്ച